എന്നാണ്ട് ഞങ്ങളൊരു യാത്ര പോവാ. എൻ്റെ പപ്പ ഇന്ന് തിരിച്ച് ഗൾഫിൽ പോവാ. ഞങ്ങളാ കൊണ്ടാക്കാൻ പോയപ്പോൾ അഞ്ചലോട്ട് പോവുക. എനിക്ക് തന്നാണ്ട് മിച്ചർ മുട്ടയൊക്കെ തിരുന്ന ഏട്ടനുണ്ട്. ഹലോ ഗായ്സ്, ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒരു തിരക്കായിപ്പോയി. നല്ല ഞങ്ങൾ ഇവിടെ എയർപോർട്ടിലെത്തി. ഇതാണ് എൻ്റെ പപ്പ. അപ്പോൾ പോവുക. 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പോവുക പപ്പ. എൻ്റെ ആൺകുട്ട അമ്മമ്മയുടെ കൂടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കുക. ഏട്ടൻ അവിടെ നിൽക്കുന്നു. ഇതാണ് പപ്പയുടെ ബാഗ് സാധനങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇനി 2 വർഷം കഴിഞ്ഞിട്ട് പപ്പയെ കാണാം. കൈ പിടി വെച്ചാ പിള്ളേർ പിടിച്ചോണ്ട് പോകും. കുഞ്ഞു മക്കളെ അവിടെ അമ്മ എടുത്തോണ്ട് കൊണ്ടുപോയിട്ട് എയർപോർട്ട് ഡാൻസ്. എയർപോർട്ടിൽ ഡാൻസ് അങ്ങോട്ട് പോയി കളിക്കാം. ഇവിടെ നിന്ന് കളിക്കാം. എനിക്ക് വയ്യ, മാവിക്കുട്ടനെ എടുക്കാൻ പോലും വയ്യ. നല്ല വയറുവേദന. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വരാറുണ്ട്. വേദനയൊക്കെ കൊണ്ട് കാണിക്കണം. എന്താണെന്ന് അറിയത്തില്ല. വേദന വരുമ്പോൾ അതിൻ്റെ ഒരു വേദനയോടൊരു ഗുളിക വാങ്ങിച്ച് കഴിക്കും. എന്താണ്ട് നിൽക്കാൻ പോലും വയ്യ. അമ്മിക്കുട്ടനെ പപ്പ എടുത്തേക്കുന്നത്. അമ്മിക്കുട്ടൻ നല്ല ബഹളമാണ് ഞാൻ എടുക്കാനും വേണ്ടി. എൻ്റെ അമ്മയുണ്ട്. പപ്പ പോയി ചെക്കിൻ ചെയ്യാൻ നിൽക്കുക. ഒന്നും ആയില്ല ഗൈസ്. ഇനിയിപ്പോൾ അമ്മ കാറിൽ കയറി കഴിഞ്ഞാൽ ഇനി ഭയങ്കര കരച്ചില്ല. ഇതുവരെ അമ്മ കരഞ്ഞിട്ടില്ല. ഇതുവരെയെന്നല്ല, ഇത്രയും നേരം വരെ അമ്മ കരഞ്ഞിട്ടില്ല. ഇനി കാറിൽ കയറി കഴിയുമ്പോഴാണ് അമ്മയെ കരച്ചിൽ വരുന്നത്. നമ്മുടെ നാട് കാണാൻ വന്നിട്ട് ഇതാണ്ട് തിരിച്ചു പോകുന്നു. പിന്നെ ആമിക്കുട്ടിന് ഇവിടെ ഭയങ്കര ബഹളമാണ്. പപ്പ അവിടെ പപ്പയെ നിൽക്കുന്നത്. ബാഗിൽ വെയിറ്റ് കൂടുതലാണ്, ലഗേജ്. ഇപ്പം ഹാൻഡ് ബാഗാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ബാഗ് മാറ്റണം. പപ്പ ഇതെല്ലാം സാധനങ്ങളെല്ലാം മാറ്റിയേക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. 7 കിലോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വല്ലാത്തൊരു അവസ്ഥയാണ് ഗൈസ്. നമുക്കകത്ത് കയറാനും ഒക്കത്തില്ല. നമ്മളകത്ത് കയറിയതാണ്ട് അതാ പപ്പ വരുന്നത്. സൈഡ് പുറകിലെ സാധനങ്ങളൊക്കെ എടുത്തോ. സ്നാക്സ് ഒന്നും എടുത്തില്ല പപ്പ, എല്ലാം തിരിച്ചു വെച്ചു. എല്ലാം എടുത്തോ നോക്കുന്നു. ഒന്നും എടുത്തില്ല. അതിലൊരു വലിയ കിടക്കുന്നതൊക്കെ അത് ഞാൻ എടുത്തിട്ട് കണ്ടോ, മനപ്പൂർവ്വം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പോയി ഗൈസ്. പപ്പ അകത്ത് കയറിപ്പോയി. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. പോകാൻ പറഞ്ഞ് ഓടിയൊന്ന് പപ്പയുടെ തള്ളക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് ഓടി അങ്ങ് പോയി. പപ്പ പോയിട്ട് ഇങ്ങോട്ട് വരുമെന്ന്. പപ്പ വന്നു ഗൈസ്. എത്ര കിലോയുടെ ദൂരം കളക്ട്
ആ ഏട്ടാ ഇങ്ങോട്ട് നീങ്ങിയില്ലേ കാണുന്നില്ല. എന്തായി? ചാറ്റ് വിട്. അപ്പൊ ചാറ്റ് വിട്. ഇത് ഒക്കത്തില്ലെന്ന് പറഞ്ഞു, ഈ ഭാഗം ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ആ അത് തിരിച്ചെടുക്കാൻ പറഞ്ഞു. ഇതിപ്പോ വല്ലാത്ത അവസ്ഥയാണ് ഗൈസ്. എന്നാ പിന്നെ ഞാൻ മിച്ചറ് ഇനി എടുത്തേരെ. പപ്പതാ ചാറ്റ് വിട്. അമ്മിക്കുട്ടൻ പപ്പയ്ക്ക് ടാറ്റ കൊടുക്കും. ഒന്നെ മുട്ടായി തിന്നോണ്ടാ. പണ്ട് നിരന്തരം കാണിച്ച പോലെ. അങ്ങനെ പപ്പ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പപ്പ കണ്ടോ? പോവാൻ. പപ്പാന്ന് വിളിച്ചേ. മുട്ടായി തിന്നു അന്ന് മുട്ടായി. പപ്പാന്ന് വിളി. ആണ്ട കുഞ്ഞു പപ്പാന്ന് വിളിക്കാം. പപ്പാന്ന് വിളി. പപ്പാന്ന് വിളി. ഉമ്മ പറ. ഉമ്മ. അമ്മിക്കുട്ടൻ മുട്ടായി തിന്നുന്ന തിരക്കില്ല. മുട്ടായി തിന്നുന്ന തിരക്കില്ല. ഓണ്ടെ പപ്പായ വിളി. പപ്പായ വിളി. നീ പറഞ്ഞോളാം. പപ്പാന്ന് വിളി. ഹലോ ഹലോ ഹലോ. പപ്പ വിട്. ആ മുട്ടായി ആയി കിടപ്പുണ്ട്. ആ ഞാണ്ട് പപ്പ പോവാ. പുളി അടിക്കണമെങ്കിൽ നല്ല വീട്ടിലെത്തണേ. ആ വെള്ളം അങ്ങനെ കിട്ടുമോ? വെള്ളം വല്ലതും അപ്പം ഗായ്സ് പപ്പ കയറി പോയി. പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ അവിടെ അങ്ങോട്ട് പോയിന്നിപ്പോൾ വിളിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ തിരിച്ചു വരാനൊന്നും പറ്റില്ല. വന്നായിരുന്നു ഒന്ന് നമുക്കൊന്ന് കാണാമായിരുന്നു. പോയി ഞങ്ങളിനി തിരിച്ച് പോവാ. ഇപ്പം 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്കിനി ഞങ്ങളിതേപോലെ വിളിക്കാൻ വരും. ഇതുവരെ ഞങ്ങൾ വീട്ടിലോട്ട് മഴ ഉണ്ട്. കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്.